തണ്ണിമത്തൻ ജ്യൂസിൽ മായം ചേർത്ത വിൽപ്പന. കാഞ്ഞങ്ങാട് മായം ചേർത്തുള്ള ബത്തക്ക ജ്യൂസ് പിടിച്ചെടുത്തു. നഗരത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അല്പം ദാഹം തീർക്കാൻ തെരുവോരത്തെ ശീതളപാനീയശാലകൾ തേടിയെത്തുന്നവർ കാണുക ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ. തൊണ്ട നനച്ചിറക്കുന്ന ഇത്തരം പാനീയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പിന്നിലെ ചതിയുടെ ദൃശ്യങ്ങൾ. കാഞ്ഞങ്ങാട് നഗരത്തിൽ മായം ചേർത്ത ബത്തക്ക ജ്യൂസ് വിൽപ്പന നടത്തുന്നതായി ഫുഡ് സേഫ്റ്റി വിഭാഗം കണ്ടെത്തി. മധുരം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് മാരകമായ രാസവസ്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ബത്തക്ക ജ്യൂസ് വിൽപ്പന നടത്തുന്നതിനിടയിൽ മായം കലർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തെ വിവരമറിയിച്ചത്. വ്യാപാര ഭവന് സമീപത്ത് ബത്തക്ക ജ്യൂസ് വിൽപ്പന നടത്തുന്ന ഇസ്മായിലിന്റെ കടയിലാണ് മായം ചേർത്ത ജ്യൂസ് പിടിച്ചെടുത്തത്. അത്യന്തം മാരകമായ ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മധുരം കൂട്ടാനായി ഉപയോഗിക്കുന്നത്. കടയുടെ പിറകിൽ സൂക്ഷിച്ച രാസവസ്തുവും ഫുഡ് സേഫ്റ്റി വിഭാഗം പിടിച്ചെടുത്തു. പരാതിയെ തുടർന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. മായം കലർത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ കട അടപ്പിച്ചതായി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞു. തണ്ണിമത്തൻ ജ്യൂസില് മധുരം കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോപ്ലേറ്റിക്കിൽ ഉപയോഗിക്കുന്ന ഒരുതരം കെമിക്കലാണ് ഇതിൽ ചേർക്കുന്നതായി പരാതി കിട്ടിയത്. അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിവിടെ പരിശോധനയ്ക്കായി എത്തിയത്. പരിശോധനാ സമയത്ത് ഈ സ്ഥാപനത്തിന്റെ ബാക്കിലായി സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ച് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൽ കലക്കി വെച്ചിരുന്ന ജ്യൂസും പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മേൽനടപടികൾ ഉണ്ടായിരിക്കും. ഈ സ്ഥാപനം ക്ലോസ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിത്യേന നൂറുകണക്കിന് ആളുകളാണ് ദാഹം തീർക്കാനായി ഇവിടെ എത്തുന്നത്. ഇസ്മായിലിന്റെ കടയിൽ എത്തിയ വിദ്യാർത്ഥികളാണ് മായം ചേർക്കുന്നത് കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ തന്ത്രപരമായ ഇടപെടലാണ് മാരക രാസവസ്തു വിൽപ്പന നടത്തുന്നയാളെ പിടികൂടാൻ സഹായിച്ചത്. ചൂട് കാരണം ഒരു ദിവസം ഈ കടയിൽ നിന്ന് ഏകദേശം 1000കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കാറുണ്ട്. ആൾക്കാർ ഇങ്ങനെ ക്ഷണിച്ചു വരുന്നതാണ്. ഒരു ഗ്ലാസ്സിന് 10 രൂപ. അതുകൊണ്ട് നല്ല സ്വാഭാവികമായിട്ട് നല്ല തിരക്കുണ്ടായി ഇവിടെ. അപ്പൊ ഇന്നലെ വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് ഇങ്ങേര് പഞ്ചസാര മധുരം കലക്കിയിട്ട് മധുരം ഉണ്ടോ എന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യില്ല. എന്നോട് ചോദിച്ചു മധുരം ഉണ്ടോ എങ്ങനെയുണ്ടോ. ഞാൻ മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കൂടെയുള്ള ആൾക്ക് ജസ്റ്റ് ഒരു സിഗ്നൽ കാണിച്ചു. അപ്പൊ അങ്ങേര് കടയുടെ പിറകിലേക്ക് പോയിട്ട് ഒരു കപ്പിൽ ഒരു വെളുത്ത പൊടി, അത് ഒരു 50 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 സ്പൂൺ പൊടി മാത്രം മിക്സ് ചെയ്യുന്നുള്ളൂ. ഡൗട്ട് ചെയ്ത് പിറകിൽ പോയി നോക്കുമ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ ഒരു 4-5 പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും നമ്മൾ വന്നിട്ട് അവർ മിക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു. അങ്ങനെയാണ് ചാനലിൽ വിളിച്ചു പറയുന്നതും ആ കട അവര് ഹെൽത്തിനെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കട കച്ചവടം സ്റ്റോപ്പ് ചെയ്തു. ബത്തക്ക ജ്യൂസിന്റെയും രാസവസ്തുവിന്റെയും സാമ്പിൾ ഫുഡ് സേഫ്റ്റി വിഭാഗം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. വർഷങ്ങളായി നഗരത്തിൽ ബത്തക്ക ജ്യൂസ് വിൽപ്പന നടത്തുന്ന ഇസ്മായിലിന്റെ കടയിൽ നിന്നും മായം കലർത്തിയ ജ്യൂസ് പിടിച്ചെടുത്തതറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടുകയുണ്ടായി. വേനൽ കടുക്കുന്നതോടെ എല്ലായിടത്തും പരിശോധന കർശനമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ക്യാമറമാൻ വിമൽ കുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.